ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മഹാദേവൻ പരമശിവൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും പുത്രനാണ് ഷൺമുഖൻ അഥവാ മുരുകൻ. സിദ്ധവൈദ്യന്മാരുടെയും ജ്യോതിഷ പണ്ഡിതന്മാരുടെയും ആരാധനാമൂർത്തിയും സുബ്രഹ്മണ്യനാണ്. ജ്യോതിഷം എഴുതിയതും സുബ്രഹ്മണ്യൻ തന്നെയാണ്. അറിവിൻ്റെ മൂർത്തി അല്ലെങ്കിൽ ജ്ഞാനപ്പഴം എന്നാണ് മുരുകനെ വിശേഷിപ്പിക്കാറുള്ളത്. ആശ്രയിക്കുന്നവർക്കെല്ലാം ഇഷ്ടഫലപ്രാപ്തികൾ നൽകുന്ന ദേവനാണ് മുരുകൻ. മുരുകന് ചെയ്യാവുന്ന വഴിപാടുകളും അതിൻ്റെ ഫലസിദ്ധികളും എന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. മുരുകൻ്റെ അഷ്ടോത്തര നാമങ്ങൾ, അതായത് അതിശക്തമായ 108 നാമങ്ങൾ അടങ്ങിയ സ്തോത്രം ജപിക്കുന്നത് മുരുകപ്രീതി നമ്മളിൽ പതിക്കാൻ ഇടയാക്കും. മുരുക കടാക്ഷം കിട്ടുന്നതിന് വേണ്ടിയാണ് അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിക്കുന്നത്. സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നത് നമ്മിൽ ഈശ്വരാധീനം എന്നെന്നും നിലനിൽക്കാൻ ഉത്തമമാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ഭാഗ്യദോഷങ്ങൾ വിട്ടകലാനാണ്. സുബ്രഹ്മണ്യ കവച പുഷ്പാഞ്ജലി നടത്തുന്നത് ശക്തമായ ശത്രുദോഷങ്ങളുള്ളവർക്ക് അത് പ്രതിരോധിക്കാനാണ്. ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടിത് നടത്തുന്നതാണ് ഏറെ ഉത്തമം. ഷഷ്ഠി ദിവസങ്ങളിൽ ചൊവ്വാഴ്ചകളിലൊക്കെ സഹസ്ര കവച പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്തോത്ര പുഷ്പാഞ്ജലി ഭക്തരുടെ പിറന്നാളിന് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനാണ് ഈ പുഷ്പാഞ്ജലി പ്രധാനമായും നടത്തുന്നത്. സുബ്രഹ്മണ്യ മാല മന്ത്രപുഷ്പാഞ്ജലി നടത്തുന്നത് ജോലി സ്ഥിരതയ്ക്കും ജോലിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങാനും ഉത്തമമാണ്. മുരുക ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു പ്രധാന പുഷ്പാഞ്ജലിയാണ് കുമാര സൂക്ത പുഷ്പാഞ്ജലി. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്കും സന്താനങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് രോഗാവസ്ഥ ഉള്ളവർക്കും വേണ്ടിയാണ് ഈ പുഷ്പാഞ്ജലി നടത്തുന്നത്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ പുഷ്പാഞ്ജലി നടത്താറുള്ളൂ. കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഷഷ്ഠിവ്രതം എടുക്കുന്നത്. കുട്ടികൾക്ക് ആന്തരികമായ ഉണർവുണ്ടാവുകയും അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ മാറി നിൽക്കാനും കുടുംബ ഐശ്വര്യത്തിനും മറ്റുമാണ് ഷഷ്ഠിവ്രതം നോൽക്കുന്നത്. ധനപരമായിട്ടുള്ള ക്ലേശം, ധനച്ചോർച്ച മുതലായവയ്ക്കും മുരുക ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പഞ്ചാമൃതം വഴിപാട് അത് പക്കനാളിലും ജന്മനാളിലും നടത്തുന്നത് വളരെ വിശേഷമാണ്. നാരങ്ങ, ശർക്കര, ചുക്ക്, ഏലക്ക, തേൻ മുതലായ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് പാനകം. പാനകം വഴിപാട് സുബ്രഹ്മണ്യന് നടത്തുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആന്തരികമായ ദോഷങ്ങളെല്ലാം മാറ്റുന്നതിന് ഉത്തമമാണ്. ഷഷ്ഠി ദിവസവും ചൊവ്വാഴ്ചയും പാനകം വഴിപാട് നടത്തുന്നത് വളരെ ഉത്തമമാണ്. രാഹു, കേതു, ശനി ദോഷങ്ങൾക്കും ഇത് വളരെ ഉത്തമമായ വഴിപാടാണ്. നിരന്തരമായ ദൃഷ്ടിദോഷം, ജിഹ്വാദോഷം എന്നിവ മാറിക്കിട്ടാൻ വേണ്ടിയാണ് സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകവും ഭസ്മാർച്ചനയും നടത്തുന്നത്. പേടി, ഉത്കണ്ഠ എന്നിവയൊക്കെ മാറി വരുന്നതിന് വളരെ ഉത്തമമാണ് വേൽ സമർപ്പണം. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തഹാരമിടുന്നത് ശത്രുദോഷം മാറുന്നതിന് വളരെ ഉചിതമാണ്. കഠിനമായ ആഭിചാര ദോഷങ്ങളുടെയും കൂടോത്രം, കൈവിഷം ഇതുപോലെയൊക്കെയുള്ള ദോഷങ്ങളുള്ളപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാവുന്ന വഴിപാടാണ് രക്തപുഷ്പ നാരങ്ങ ഹാര വഴിപാട്. ഒരു ഹാരത്തിൽ 64 നാരങ്ങയെങ്കിലും വേണമെന്നാണ് കണക്ക്. ഷഷ്ഠി ദിവസവും മാസങ്ങളിലെ അവസാന ചൊവ്വാഴ്ചയോ മറ്റോ നടത്തുന്നതാണ് ഉത്തമം. കുടുംബത്തിലെ ഈശ്വരാധീനം അടിക്കടി കുറഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് നടത്താൻ പറ്റുന്ന ഒരു വഴിപാടാണ് പഞ്ചാമൃത പായസം. അതും ഷഷ്ഠി ദിവസം തന്നെയാണ് ഏറെ നല്ലത്. മയിൽപീലി സമർപ്പണം വിദ്യാവിജയത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണ്. മയിൽപീലി സാധാരണയായി സുബ്രഹ്മണ്യൻ്റെ ശിരസിൽ ചൂടാറാണ് പതിവ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുക, പ്രണയത്തിന് നഷ്ടമുണ്ടാകുക, കുടുംബത്തിൽ പലപ്പോഴും കലഹങ്ങൾ വർദ്ധിച്ചു വരിക, ബിസിനസ്സിൽ പരാജയം ഉണ്ടായി വരിക, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നടത്താൻ പറ്റിയൊരു വഴിപാടാണ് പഞ്ചാമൃതാഭിഷേകം. ബാലമുരുക മന്ത്രാർച്ചന സന്താന ദുരിതം ഉണ്ടാകുന്നവർക്കും സന്താനഭാഗ്യം ഇല്ലാത്തവർക്കും നടത്തേണ്ട ഒരു പ്രധാന വഴിപാടാണ്. ബാലമുരുക മന്ത്രം കൊണ്ട് നെയ്യ് സേവിച്ച് അത് സേവിക്കുന്നത് കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഉത്തമമായിട്ടുള്ളൊരു വഴിപാടാണ്. അതുപോലെ തന്നെയുള്ളൊരു വഴിപാടാണ് കാവടി. ഉദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് കാവടി വഴിപാട് നടത്തുന്നത്.
കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കും അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളുമൊക്കെ മാറാനും ഇത് വളരെ നല്ലതാണ്. ഷൺമുഖയന്ത്രം പൂജകൾ ചെയ്ത് ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതും ശരീരത്തിൽ ധരിക്കുന്നതും വളരെ നല്ലതാണ്. വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിന് വളരെ നല്ലതാണ് ഈ യന്ത്രം ധരിക്കുന്നത്. അതുപോലെ തന്നെ ഭൂതപ്രേത പിശാചുകളൊക്കെ ബാധിക്കാതിരിക്കാനുള്ളൊരു വളരെ നല്ല ദേഹരക്ഷയാണ് ഷൺമുഖയന്ത്രം. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.